ഡോക്ടർ കെ രാജശേഖരൻ നായർ, എനിക്കേറെ പ്രിയപ്പെട്ട ശ്രീ കെ ജയകുമാർ, സദസ്സിൽ ഏറ്റവും പ്രിയങ്കരിയായ ജസ്റ്റിൻ നായർ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, സഹോദരന്മാരെ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്. കുഞ്ഞമ്പിള്ള സാറിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിച്ച് ഹൃദയാർപ്പണം നടത്തിയിട്ടാണ് സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഹൃദയാർപ്പണം എന്നുള്ളത് സാറിൻ്റെ കാവ്യസമാഹാരത്തിൻ്റെ പേരാണ് എന്നുള്ളതും സാന്ദർഭികമായി ഞാൻ ഓർമ്മിക്കുന്നു. മറ്റൊരു പ്രസംഗവേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാത്തൊരു സങ്കോചമോ വിനയമോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ട്. കാരണം ഞാൻ കുഞ്ഞമ്പിള്ള സാറിൻ്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അദൃശ്യമായ ഒരു സാന്നിധ്യം. നിങ്ങളുടെ എല്ലാം മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലും അതേ ഭാവവും അതേ സ്നേഹവും അതേ ഭക്തിയും ആണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞോളട്ടെ. എനിക്ക് ഏറെ പ്രിയങ്കരനും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിന്ന മഹത് വ്യക്തിത്വവുമായിരുന്നു ഡോക്ടർ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള സാർ എന്ന് വിനയത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. സാറ് പ്രൊഫസറെന്നോ ഡോക്ടറെന്നൊന്നും പേരിൻ്റെ കൂടെ വെച്ചിട്ടില്ല എങ്കിലും 2 സർവകലാശാലകളിൽ സാറിന് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്, ആദരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അതൊക്കെ പോട്ടെ, കുഞ്ഞമ്പിള്ള സാർ എന്ന് പറഞ്ഞാൽ മതി. അതാണ് എപ്പോഴും നാവിൽ വരുന്ന ഒരു പേര് എന്ന് ഞാൻ ഓർക്കുകയാണ്. നെടുങ്കാട്ടുള്ള വീട്ടിൽ ഞാൻ പലതവണ പോയി സാറിനോടുള്ള എൻ്റെ ഭക്തി അറിയിച്ചിട്ടുണ്ട്, എൻ്റെ സന്ദേഹങ്ങൾക്ക് നിവൃത്തി വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. തിരുവനന്തപുരത്ത് വന്ന സമയത്ത് എനിക്ക് ആദരണീയരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പഠിച്ച പുസ്തകങ്ങൾ വായിച്ച് ബഹുമാനം വളർത്തിയ ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങൾ. സത്യത്തിൽ അതിൽ ഏറ്റവും നിറവുള്ള ആളുകളുടെ മുൻനിരയിൽ കുഞ്ഞമ്പിള്ള സാറിൻ്റെ ഉന്നതിരി സന്ദേശമാണ് ആദ്യം. അതിൻ്റെ പഠനവും സാറിൻ്റെ അവതരണവും ആണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ച പുസ്തകം എന്ന് പറയുന്നത്. അതല്ല, പുസ്തകമല്ല, പുസ്തകത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കുഞ്ഞമ്പിള്ള സാറിനെ കുറിച്ച് ഒത്തിരി ആളുകൾ പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് കേൾക്കാനിട വന്നിട്ടുണ്ട്. സമാദരണീയനായ ഒരു വലിയ ഗുരു എന്നാണ് പറയേണ്ടത്. സാറിന് ഒരു ഗുരുത്വത്തിൻ്റെ, ഗുരുഭാവത്തിൻ്റെ ഒരു മൂർത്തി സ്വഭാവം ആയിട്ട്, മൂർത്തിയായിട്ട് കുഞ്ഞമ്പിള്ള സാറിനെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ രാഗദ്വേഷങ്ങൾ ഇല്ലാത്തവരെന്ന് പറയാനൊക്കത്തില്ല. രാഗമുണ്ട് സാറിന്, എല്ലാവരോടും വലിയ സ്നേഹമുള്ള ഒരു ശിഷ്യനെ പോലെ സ്നേഹിച്ച് ലാളിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മനോഭാവം. സാറിനെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ സാറിനേക്കാൾ വലിയ ഒരു ഗുരു എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അധികം പേരില്ല. ഇല്ല എന്ന് ഞാൻ തീരെ പറയില്ല. അയ്യപ്പ പണിക്കർ സാർ എനിക്ക് ഗുരുവായിരുന്നു എല്ലാ അർത്ഥത്തിലും. കാരണം മൂവാറ്റൂർ കോളേജിലാണ് ഞാൻ ധനതത്വശാസ്ത്രം അഭ്യസിച്ചത്. എൻ്റെ BA ഡിഗ്രി ഇക്കണോമിക്സിലാണ്. എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എനിക്ക് പഠിക്കണം. അതിൽ ഷേക്സ്പിയറുടെ ഒരു നാടകം ആ കാലത്ത്, ഇപ്പം എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഡിഗ്രി ക്ലാസ്സുകളൊക്കെ എടുത്ത് ജയകുമാറൊക്കെ ഇരിക്കുന്ന സദസ്സ് ഞാൻ പറയുകയാണ്, സ്കൂൾ സിലബസ് നിർണ്ണയിക്കാനുള്ള കമ്മിറ്റിയിൽ ഞാനൊരു അംഗമാണെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ തയ്യാറാക്കുന്ന പുസ്തകങ്ങളൊന്നും ഞാൻ കാണാറില്ല. ഫൈനൽ കോർ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. തുറന്ന് ഞാൻ പറയുകയാണ്, കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാണിക്കാനുള്ളൊരു സൗമനസ്യവും കാണിക്കുന്നുണ്ടായില്ല. എല്ലാം അപ്രൂവ് ചെയ്യുന്ന കമ്മിറ്റി ഞാനുണ്ട്, അപ്രൂവ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഉള്ളൊരു ദുഃഖം എന്ന് പറയുന്നത്, ഞാൻ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയിലല്ല ഇപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നതോ എന്ന് ഞാൻ പറഞ്ഞോട്ടെ. പുരോഗമിക്കുക തന്നെയാണ്. കാരണം ഇപ്പം മറ്റ് സബ്ജക്റ്റൊക്കെ ശരിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയുടെ ഒരു വളർച്ചയും അത് സാഹിത്യത്തിലെത്തി എങ്ങനെ പൂർണ്ണത കൈവരിക്കുന്നു എന്നുള്ള ഒരു ഭാവപരമായ ജൈവപരമായ ഒരു വികാസം ഉണ്ട്. ആദ്യം ലാംഗ്വേജ് പഠിക്കണം, പിന്നെ അത് മനസ്സിൽ ഉറച്ച് കഴിഞ്ഞാൽ, ഭാഷ ഉറച്ചു കഴിഞ്ഞാൽ ഭാഷയുടെ
സംസ്കാരമായി നിൽക്കുന്ന സാഹിത്യം അഭ്യസിക്കണം. സാഹിത്യം എന്ന് പറയുമ്പോൾ ഈ ആളുകൂളി വർത്തമാനങ്ങളല്ല സാഹിത്യം എന്ന് പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ എഴുതുന്ന വർത്തമാനകാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ചില വസ്തുതകൾ അത് പഠിച്ച് താൽക്കാലികമായിട്ടുള്ളൊരു പ്രാധാന്യം അതിനുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ അത് സാഹിത്യത്തിനൊരു കോൺട്രിബ്യൂഷൻ, സ്ഥിരമായൊരു സംഭാവന നൽകാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാഹിത്യ പോഷണം നൽകുന്ന വിധത്തിലുള്ള കൃതികൾ മഹാശയന്മാർ അവരുടെ പുസ്തകങ്ങളും അവരുടെ വീക്ഷണങ്ങളും കുട്ടികൾ പഠിക്കും. സ്കൂൾ ലെവലിൽ ഞാൻ പറയാം. പഠിച്ചില്ല എങ്കിൽ അവരൊരു നല്ല മനുഷ്യരായിട്ട് വളരും എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇപ്പോൾ എഴുത്തച്ഛനെ പഠിക്കുന്നു, ചെറുശ്ശേരിയെ പഠിക്കുന്നു, ഇല്ലേ, കുഞ്ചൻ നമ്പ്യാരെ പഠിക്കുന്നു. എന്തിനാണ് പഠിക്കുന്നത്? പഠിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു മലയാളി ആയ ബാലൻ അവൻ്റെ സംസ്കാരത്തിൽ വളരണം എങ്കിൽ അതിനാവശ്യമായ ഒരു ആധാരം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്തച്ഛനെ പഠിക്കാതെ അല്ലെങ്കിൽ ചെറുശ്ശേരിയെയും കുഞ്ചൻ നമ്പ്യാരെയും ഒരു ബേസിക്കാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പുണ്ട്. ഇങ്ങനെ ഓരോ തലങ്ങൾ കടന്ന് പോകുമ്പോൾ അതിനനുരൂപമായൊരു ബോധന സമ്പ്രദായം ഉണ്ടായില്ല എങ്കിൽ വരുന്നത് ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികളുടെ തലയിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് അടിത്തറയില്ലാത്തത് കൊണ്ട് ഇളകി ഏത് സമയത്തും വീഴും എന്നാണ്, ഉറക്കിയില്ല എന്നാണ് എനിക്കൊരു ബോധം ഉള്ളത്. നല്ല വേരുകളില്ലാത്ത ഒരു വൃക്ഷം കാറ്റിൽ പെട്ടെന്ന് ഒരു മറിഞ്ഞു വീണ്, അത് മറിഞ്ഞു വീഴുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് മാരകമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ള അവസ്ഥാവിശേഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയുകയല്ല. കുഞ്ഞമ്പിള്ള സാറിനെ ഓർക്കുമ്പോൾ പറയുകയാണ്, സാറത്ര ഭദ്രമായിട്ടാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിച്ചത്. അതിനുവേണ്ടിയുള്ള സാറിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓരോന്നും എടുത്തു പറയാൻ ഇതൊരു സമയമല്ല, സന്ദർഭമല്ല. ജയകുമാറിൻ്റെ പുസ്തകമാണ് പ്രധാനമായിട്ട് നമുക്ക് ഒരു അനുസ്മരണ പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് കേൾക്കാനുള്ളത്. ഞാനും അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒപ്പം ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നു. അത് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ CR പ്രസാദാണ്. പ്രസാദ് അവിടെ 3-ാം നിരയിൽ ഇരിപ്പുണ്ട്. 3-ാം നിരയിൽ ഇതാ എൻ്റെ പൂച്ചൻ്റെ അടുത്ത് പ്രസാദിന് കൊടുക്കും, മുളന്ന് കൊടുക്കും. അദ്ദേഹത്തോടെ ഞാൻ പറയുന്നത് യു അല്ലെങ്കിൽ രാജലക്ഷ്മി വിളിക്കും. എൻ്റെ പൂച്ചൻ്റെ അടുത്ത് പ്രസാദിന് കൊടുക്കണം. ഇതാ 3-ാം നിരയിലിരിക്കുന്ന ഇല്ല, അതും കൊടുത്തു, കുഴപ്പമില്ല. എന്നാൽ വേറെ പ്രസാദ് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ്.